ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു പ്രകൃതി നിങ്ങൾക്ക് നേരെ എന്ത് ന്യായമാണ് ചെയ്യാൻ പോകുന്നത്. അത് ഇതുവരെയും അങ്ങനൊരു ന്യായം നിങ്ങളുടെ കൂടെ സംഭവിച്ചിട്ടില്ല. അങ്ങനൊരു ന്യായം പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചിട്ട് പുറമേ നിങ്ങളോടും വളരെ നല്ല സ്വഭാവം കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധ്യത. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഈ വ്യക്തി നിങ്ങളോട് മുഖം മൂടി അണിഞ്ഞാണ് പെരുമാറുന്നത് എന്ന്. ഇവർ മുന്നിൽ നിന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പക്ഷേ പിന്നിൽ നിങ്ങൾക്ക് നേരെ വളരെ വലിയ പദ്ധതികളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളെ തകർക്കാൻ. ആ രീതിയിലുള്ള സ്വഭാവം, അതായത് ഉള്ളിൽ ഒന്ന് വച്ചിട്ടും പുറമേ മറ്റൊന്ന് കാണിക്കുന്ന സ്വഭാവം, അതാണ് ഇവിടെ പുറമേ നിങ്ങളോട് ഇവർ പറയുന്നത് ഇവർ നിങ്ങളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതായത് ഇവരുടെ ഉള്ളിൽ ഇത്രയും ദേഷ്യം വച്ചിട്ട് പോലും ഈ വ്യക്തി പുറമേ നിങ്ങളോട് ഈ കാണിക്കുന്ന ബിഹേവ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇതെന്താ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, എനിക്കെല്ലാം അറിയാം ഇവർ എന്നെക്കുറിച്ച് ഒരിക്കലും നല്ലത് ആഗ്രഹിക്കുന്നില്ല, എന്നിട്ടും പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിനെ വളരെ മോശം രീതിയിൽ, വളരെ ദേഷ്യത്തിൻ്റെ ഭാവത്തിൽ അവർ അതിനെ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്രോയിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, കൈപ്പേറിയ ആ ഒരു ഇത് ഉള്ളതായിട്ടാണ്. അതായത് നിങ്ങൾ എത്ര തന്നെ മധുരമായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാലും, മധുരമായിട്ട് എന്ത് പറയാൻ ശ്രമിച്ചാലും അവർ തിരിച്ചിങ്ങോട്ട് വളരെ കൈപ്പേറിയ രീതിയിൽ, വളരെ എരിയുള്ള രീതിയിലുള്ള സംസാരമായിരിക്കും അവർ ഇങ്ങോട്ട് പറയുന്നത്. ഇവർ എപ്പോഴും നിങ്ങളോട് കള്ളം പറയും, ഭ്രമം നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആക്കാൻ ശ്രമിക്കും, തെറ്റായ പരിതസ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാം ഇവർ ചെയ്യുന്നു. ഇവർ വളരെ ആരും അറിയാത്ത രീതിയിൽ ഹൈഡാക്കിയ രീതിയിലാണ് നിങ്ങൾക്ക് ലൈഫിൽ മോശം സ്ഥിതികൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ മൂണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് ഈ വ്യക്തിക്ക് 2 രൂപം ഉണ്ട് എന്നാണ്. ക്രോയുടെ എനർജി, മൂണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് 2 വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയാണിത് എന്നാണ്. ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ മോശം രീതിയിൽ കള്ളം പ്രചാരം ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. 24 hours അവർ നിങ്ങൾക്കെതിരെ കള്ളം പ്രചാരണം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ പ്രയോറിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും സൈഡിൽ വച്ചിട്ടാണ് ഇവർ നിങ്ങൾക്ക് നേരെ ഇങ്ങനെയുള്ള കള്ളപ്രചാരണം നടത്തുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രമാത്രം ഈർഷ്യ നിങ്ങളോട് വച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദിവസവും പകലും രാത്രിയും എല്ലാം നിങ്ങൾക്ക് മോശം വരണമെന്ന രീതിയിൽ മാല ജപിക്കും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ ആ ഒരു ബുദ്ധി എങ്ങനെ നിങ്ങൾക്ക് നേരെ മോശം ചെയ്യാം, എന്തൊക്കെ ചെയ്യാം നിങ്ങൾക്ക് നേരെ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കള്ളവും കാപട്യവും എല്ലാം നിറഞ്ഞൊരു വ്യക്തി, മറ്റുള്ളവർക്ക് നേരെ എന്ത് കള്ളം ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ പ്രവൃത്തിയും കാട്ടി കൂടുതലുള്ള ചിന്തയാണ്, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കേതുവിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കർമ്മം നല്ലതായിട്ട് ചെയ്യൂ, കർമ്മം നല്ലതായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പക്ഷേ ഇവർ എപ്പോഴും മോശകർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത്, പക്ഷേ ഇവർ അത് ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഇൻറ്റൻഷൻ വച്ച് നിങ്ങളോട് ഇവർ മോശം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് എത്ര തന്നെ കള്ളം പറഞ്ഞാലും ഇവർ പറയട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒന്നും പറയാൻ പോകണ്ട, എത്ര തന്നെ കള്ളം പറഞ്ഞാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ഈ വ്യക്തി നിങ്ങളോട് എത്ര തന്നെ കള്ളം പറഞ്ഞാലും അത്ര തന്നെ കർമ്മത്തിൻ്റെ ആ ഒരു ഫലം അവർ അനുഭവിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കുക. ഇവരുടെ എല്ലാ കള്ളത്തനവും ഒരു നാൾ പുറത്ത് വരുന്നതാണ്, നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവർക്ക് ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് കള്ളം പറയേണ്ട അവസ്ഥയായിരിക്കും ഇനി അങ്ങോട്ട്. കാരണം ഇവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവത്തില്ല കള്ളം പറയുക അല്ലാതെ. ഈ ഒരു കള്ളം തന്നെ ഇവരെ മോശം ഫലം നേടിക്കൊടുക്കാൻ സഹായിക്കും ഇവരെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ മോശം രീതിയിലുള്ള കർമ്മഫലമായിരിക്കും ഇവർ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാ കള്ളത്തരവും പുറത്ത് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ. 7th എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ഈ എന്തൊക്കെയാണോ ഇവർക്ക് കൊടുക്കുന്നത് അത് ഇവരിൽ നിന്ന് എടുക്കുകയും ചെയ്യും, ഇവരുടെ കർമ്മം മോശമാണ് എങ്കിൽ. അപ്പോൾ ഇവിടെ ഇവർക്ക് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ദൈവം എടുക്കാനും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ കർമ്മം വളരെ മോശമാണിപ്പോൾ.
ഈ വ്യക്തി രാക്ഷസൻ്റെയും അസുരൻ്റെയും കാറ്റഗറിയിലാണ് വരുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരത്തില്ല. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ ഒരിടത്തും നിങ്ങൾ തല കുനിക്കാൻ പോവരുത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സ്വയം നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങളുടെ വാല്യൂ എപ്പോഴും നിങ്ങൾ ഉയർത്തി തന്നെ വെക്കണം. നല്ല കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നല്ല രീതിയിൽ ചെയ്യുക. ഏത് വ്യക്തിയുടെ എനർജിയാണോ നിങ്ങൾക്ക് വാല്യൂ തരാതിരിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങൾക്ക് വാല്യൂ തരാത്തടത്ത് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പോകണ്ട. ഈ വ്യക്തിയുടെ പ്ലാനിങ് ഇപ്പോഴും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എതിരായിട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളപ്പോൾ. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള ട്രാപ്പിൽ പെടുത്തുവാനാണ് നോക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇമോഷണലി നിങ്ങൾക്ക് ഭാരങ്ങൾ തരിക, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇമോഷണലി നിങ്ങൾ ഏതെങ്കിലും വലയിലാക്കുക, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ വിഷമിക്കുന്ന ഒരവസ്ഥ. ഇവിടെ എനി ടൈം ഇവർ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എതിരെ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദേഷ്യഭാവം ഇവരുടെ ഉള്ളിൽ ഉണ്ട് നിങ്ങൾക്കെതിരെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇത്രമാത്രം നിങ്ങളോട് കള്ളം പറയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ എന്തോ ഒരു കാര്യം ഉണ്ട്, ദേഷ്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ട് എല്ലാവരോടും പറയുന്നത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു, ഇവർക്ക് അത് സാധിക്കുന്നില്ല. അത് കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ഇത്ര ദേഷ്യം ഇവർക്ക്. അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ കർമ്മം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഇവർക്ക് സാധിക്കുന്നില്ല. എന്തോ മോശം ഇവരുടെ ലൈഫിൽ സംഭവിച്ചു, അത് കാരണമാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്തോ ഒരു കർമ്മഫലം അനുഭവിക്കേണ്ടതായി വന്നു. അതിൻ്റെ ആ ഒരു ഇത് നിങ്ങളുടെ നേരെയാണ് ഇവർ വയ്ക്കുന്നത്. നിങ്ങൾ കാരണമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല സത്യം. ഇവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇവർ അനുഭവിക്കേണ്ടി വന്നത്. അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് ഇവർ ഇപ്പോൾ ഇത്രമാത്രം ദേഷ്യം നിങ്ങളോട് വച്ചേക്കുന്നത്. അപ്പോൾ ഇനിയും ഇവർക്ക് കർമ്മ റിട്ടേൺ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതിൽ കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോട് ഇവർ കാണിക്കുന്നതെല്ലാം വളരെ അധികമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം ഇവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളിങ്ങനെ മാത്രം പറയുക. അതായത് ഇവരെത്ര തന്നെ കള്ളം പറഞ്ഞാലും എത്ര തന്നെ മോശം എന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു കർമ്മവും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇവരെന്താണോ നിങ്ങളോട് ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുള്ള ആ ഒരു തുടക്കം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയാണോ സ്ഥിതികൾ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ഉണ്ടാവുന്നത് അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് ആരെന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യം നോക്കി പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ധൈര്യവും ഒരു കഠോരഭാവം, അതായത് നിങ്ങൾ അത്രമാത്രം ഇമോഷണലായിരുന്നു മുമ്പ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷണൽ മാറ്റി ഒരു പാറയെ പോലെ ഉറച്ച ഒരു ഇതായിട്ട് മാറി. ആരെന്ത് ചെയ്താലും നോ എഫക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ദൈവമുണ്ട്, ഞാൻ നല്ല കർമ്മം മാത്രം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു നിങ്ങൾ. മുന്നേ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇതേപോലെ പേടിയുള്ള വ്യക്തി വേറെ ഇല്ല. അത്രമാത്രം പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കി എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വളരെ നല്ലതായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് ഈ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ ബാലൻസിൽ തന്നെ നിർത്തുക. ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഉണ്ട്. അത് ഉറപ്പായിട്ടും മുന്നിൽ വരുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ വലിയൊരു തീരുമാനമാണ് എടുക്കുന്നത്. ഒരു വലിയൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് നേരെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ തീരുമാനം എടുക്കുന്നതാണ്.
ഇവിടെ ചിലപ്പോൾ ആരോ നിങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നേരെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കാം ഇനി നിങ്ങളുടെ മുന്നിൽ വരേണ്ടത്. ഇവിടെ ആ ഒരു കാര്യം എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അപ്പോൾ നിങ്ങൾ ആരാണോ ഇത് പറഞ്ഞത് അവരോട് ക്ഷമിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസ് റിലേറ്റഡ് ആയിട്ടോ തീരുമാനം വേറെ ഒന്നായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിൻ്റെ ആധാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു എനർജി നിങ്ങളുടെ പക്ഷത്തിൽ എന്തോ വലിയൊരു ന്യായം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഉണ്ടാവുക എന്നത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ജസ്റ്റിസ് ചെയ്യൂ ദൈവമേ എന്ന് പറഞ്ഞ്. ഈ ഒരു ജസ്റ്റിസ് അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോകുകയാണ്. വളരെ വലിയൊരു കർമ്മ റിട്ടേൺ ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് ധൈര്യമായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ന്യായം കൊണ്ടുവരുന്നതാണ്. ഒരു വ്യക്തിയുടെ അന്ധവിശ്വാസം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത്രയും അന്ധവിശ്വാസം ചെയ്തു, അപ്പോൾ അത് ആ ഒരു അന്ധവിശ്വാസം തകരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ 10 വ്യക്തികളോട് 10 രീതിയിൽ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയും. നിങ്ങൾ തെറ്റുകാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മോശം വ്യക്തിയാണ്, നിങ്ങളോട് സംസാരിക്കരുതെന്ന്. പക്ഷേ 10 പേർക്കും 10 രീതിയിലുള്ള ഒരു ദൃഷ്ടികോണുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ ചിന്തിക്കും. അപ്പോൾ എല്ലാവരും ഇവർ പറയുന്നത് വിശ്വസിക്കത്തില്ല. അതായത് ഇവർ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് കള്ളം മറ്റുള്ളവരോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്, ഇവർ ഏത് ഉള്ളത് എന്ന് 2 ഭാഗവും ഇവർ ചിന്തിക്കും. എന്നിട്ടായിരിക്കും ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഇത് വച്ച് നിങ്ങളെക്കുറിച്ച് എല്ലാവരോടും മോശം പറഞ്ഞാൽ അവരെല്ലാവരും വിശ്വസിച്ച് നിങ്ങൾ വെറുക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിന്താഗതിയുണ്ട്. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഫസ്റ്റ് ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ സപ്പോർട്ട് ഇനി ലഭിക്കുന്നത് ഇവർക്ക് ഇല്ലാതാവും. മുന്നേയൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ സപ്പോർട്ട് ലഭിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ആൾക്കാരുടെ സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നത് ഇല്ലാതാവുന്നതാണ്. ഇവരുടെ മെയിൻ ഇത് തന്നെ ആൾക്കാർ കൂട്ടിച്ചേർത്ത് ടീമാക്കി വെച്ചിട്ട് ആ ടീമിലൂടെ നിങ്ങളെ തകർക്കുക, അതാണ് ഇവരുടെ എയിം. പക്ഷേ ഇനി ആ ഒരു ടീം തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം എല്ലാവരുടെയും കർമ്മം കാണുന്നുണ്ട്, അതിവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ആരും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ആരുടെ മുന്നിലും നിങ്ങൾ നല്ലതാണ് മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അറിയാമല്ലോ, അത് മാത്രം മതി. ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഈ ലോകത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം. ആരാണോ തെറ്റ് ചെയ്യാത്ത അവർക്ക് ഈ ലോകത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഈശ്വരൻ്റെ സപ്പോർട്ട് മാത്രം മതി. വളരെ വലിയ ഒരു ന്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലിയ ഒരു പ്ലാനിങ് ദൈവം നിങ്ങൾക്ക് നേരെ ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങളിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അല്ലെങ്കിൽ മക്കളും അമ്മയും അച്ഛനും മക്കളും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോലും ആൾക്കാരുടെ മോശം ദൃഷ്ടി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ലൈഫിൽ കൺട്രോൾ ഇവരുടെ മേലുണ്ടാവണം. എല്ലാവരുടെയും ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ഈ വ്യക്തി ആയിരിക്കണം. അതിനു വേണ്ടി ഇവർ മാക്സിമം ശ്രമിക്കുന്നു. അതായത് നല്ലതായിട്ട് പോകുന്ന ബന്ധമാണെങ്കിൽ അവിടെ ഇവരുടെ കൺട്രോൾ വന്നിട്ട് ആ ഒരു ബന്ധം ഇല്ലാതാവുക, വഴക്കുണ്ടാവുക, വീട്ടിലെപ്പോഴും കലഹം, ഇതൊക്കെ ഉണ്ടാവുന്നത് ഇവരുടെ ഈ മോശം ദൃഷ്ടി കൊണ്ടാണ്. അതായത് ഇവർ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആരുടെ ലൈഫ് മോശമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഇത് ഇവർക്കുണ്ട്. അതാണ് ഇവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്നവരായിരിക്കാം. അവരായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിന് നേരെ മോശം ദൃഷ്ടി വച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഹെൽപ്ലെസ് ആക്കുക. അതായത് അവിടെ ഭയങ്കരമായിട്ട് ഒരു നല്ലതായിട്ട് പോകുന്ന കുടുംബത്തിനെ തകർത്ത് വഴക്കുണ്ടായി പിണങ്ങി കരഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് കാണണം. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അപ്പോൾ ഇവരുടെ കൺട്രോൾ അവിടെ ഉണ്ടായി എന്നിവർക്ക് ആശ്വസിക്കാം. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവർ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മോശം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനേയും കാട്ടി അപ്പുറം ഇവരുടെ ലൈഫിൽ മോശം സംഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ എയിമെന്ന് പറയുന്നത് എത്രത്തോളം മറ്റുള്ളവരുടെ ലൈഫിൽ മോശം ചെയ്യാമോ അത്രത്തോളം മോശം ചെയ്യണം. ഏതാണ് ഇവരുടെ എയിം. ഇവിടെ ഇവർ നിങ്ങളെ ഹെൽപ്ലെസ് ആക്കാൻ നോക്കുന്നു. പക്ഷേ ഉറപ്പായിട്ടും 100% ഇവർ ഹെൽപ്ലെസ് ആവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ ഹെൽപ്ലെസ് ആകുമ്പോൾ ഒരു വ്യക്തി പോലും ഇവരെ സഹായിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു കള്ളം കാരണം ആൾക്കാർ ഇത്രമാത്രം ബുദ്ധിമുട്ടും. ഇനി ആൾക്കാർ ഇവരെ സഹായിക്കാൻ പോലും തുനിയത്തില്ല. അത്രമാത്രം ആൾക്കാർ ഇവരെ വെറുക്കും. അതായത് ഒരു വ്യക്തി സഹായിക്കൂ സഹായിക്കൂ എന്ന് വിളിക്കും, പക്ഷേ അവരെ സഹായിക്കാൻ ആരും തന്നെ വരത്തില്ല. അതേ അവസ്ഥയായിരിക്കും ഇവർക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒരു വ്യക്തി കള്ളം പറഞ്ഞ് ആ ഒരു കള്ളത്തിൽ വീണ് പോവുകയാണ്. ഇനി അത്രത്തോളം ആഴത്തിൽ ഇവർ വീണ് പോകുന്നതാണ്. പുറത്ത് വരാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ആ കുഴിയിൽ നിന്ന് പുറത്ത് വരാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ആരും ഇവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കത്തുമില്ല. ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മേൽ കണ്ണ് വച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോകുന്നു, എവിടെ പോയിട്ട് വരുന്നു, എപ്പോൾ വരുന്നു, നിങ്ങളുടെ വർക്ക് എന്താണ്, നിങ്ങളുടെ വർക്കിലുള്ള ശ്രദ്ധ, നിങ്ങളുടെ കുടുംബത്തിൽ ശ്രദ്ധ, എല്ലാത്തിലും ഇവരുടെ കണ്ണുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളിലും, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഇവർ ശ്രദ്ധ വയ്ക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ വ്യസ്തരായി പോകുന്നു വരുന്നു, പക്ഷേ ഇവർ അതെല്ലാം നോട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ A to Z കാര്യങ്ങൾ ഇവർ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുക, നിങ്ങൾ എവിടെ പോയി, അങ്ങനെയൊക്കെ ഉള്ളത് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് വീഡിയോ ആണ് ഇട്ടതിപ്പോൾ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കത്തില്ലേ, അങ്ങനെയുള്ളവരായിരിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വേറൊരാളോട് സംസാരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ആ വ്യക്തിയുടെ സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തി അവിടെ വരും ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി. അങ്ങനെയും കൂടെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ. അതായത് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾ എന്താണ് അവരോട് പറയുന്നത് എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഈശ്വരൻ പറയുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ വ്യക്തി നിങ്ങളുടെ A to Z കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം ഈ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് മോശമാകണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചിലപ്പോൾ മന്ത്രവാദം, ബ്ലാക്ക് മാജിക് അതൊക്കെ ചെയ്ത് പൈസ പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവിതം തകർന്ന് കണ്ടാൽ മതി എന്ന് അതിന് വേണ്ടി ഏതറ്റം വരെ ഇവർ പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഈ വ്യക്തിയെ നിങ്ങൾ. അപ്പോൾ എന്തായാലും ഈ വ്യക്തിയുടെ കാര്യത്തിൽ ന്യായം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവരുടെ ആ ഒരു തെറ്റായ ഒരു മാർഗം കാരണം ഇവർക്ക് തന്നെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്ത് ആക്ഷനാണോ ഇവർ എടുക്കാൻ പോകുന്നത്, ആ ഒരു ആക്ഷൻ വളരെ മോശമായിട്ടായിരിക്കും ഇവർക്ക് അതിൻ്റെ ആ ഒരു ആക്ഷൻ്റെ ഫലം ലഭിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ചുമരിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാരം വരികയും ഇവർ എടുത്ത തീരുമാനത്തിൽ ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ കാരണം തന്നെ ഇവരുടെ ലൈഫിലെ സെലിബ്രേഷൻ ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഊഴമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായോ അതിനപ്പുറം നഷ്ടം ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ വളരെ വലിയ രീതിയിൽ ലോസ് ഇവർക്ക് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ വ്യക്തി വളരെ സ്വാർത്ഥതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മാറ്റം ഇവരിൽ ഉണ്ടാവുകയില്ല. ഇവർ ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം ഇവരെ ഇത്രമാത്രം ഒറ്റപ്പെടുത്തുന്നതാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് പോലും സാധിക്കത്തില്ല, മറ്റൊരാൾക്കും സാധിക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സമയം ഇവരെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തെറ്റായി സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റീകവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു ന്യായത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്രോയുടെ ആ ഒരു സൗണ്ട് ചുമ്മാ കേൾക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ക്രോയെ കാണാൻ സാധിക്കുന്നു എപ്പോഴും, എങ്കിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ പെട്ടെന്ന് തന്നെ. ഇല്ലെങ്കിൽ ലിബ്രയുടെ എനർജി, 6/6ൻ്റെ ആ ഒരു എനർജി, ഇതെല്ലാം ന്യായത്തിൻ്റെ ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി പോകാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തു. അപ്പോൾ വെയിറ്റിംഗ് എനർജി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ കൂടെ പക്ഷാപാതം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥനയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇത്രത്തോളം പക്ഷാപാതം ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം പോലും തകർക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നേരിട്ട് നിങ്ങളോട് മോശം ബിഹേവ് ചെയ്യുക, നിങ്ങളെ വളരെ മോശം രീതിയിൽ കാണിക്കുക, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ന്യായം ദൈവം നിങ്ങൾക്ക് തരികയാണ്. അതായത് ഈ വ്യക്തികൾ നിങ്ങളോട് മോശം ചെയ്തിട്ട് മറ്റുള്ളവരോട് നല്ലത് ചെയ്യുന്നു, നിങ്ങളോട് മോശം ബിഹേവ് ചെയ്തിട്ട് മറ്റുള്ളവരോട് നല്ല ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സഹിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുക, ഇതിനെല്ലാം ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.